ഈ ബുള്ളറ്റിൽ ആദ്യം സന്നിധാനത്തു നിന്ന് റിനു ശ്രീധർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിനു, മകരവിളക്കിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സന്നിധാനത്ത് ഭക്തജന തിരക്ക് ഏറി വരികയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച വിവരങ്ങൾ. ഇപ്പോഴത്തെ വിശദാംശങ്ങൾ എന്താണ്? ആനന്ദ്, ഇന്നലെ വൈകുന്നേരം മുതൽ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു വലിയ തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ്, ഏകദേശം 4-5 മണിക്കൂറുകൾ മാത്രമാണ് ഇനി മകരജ്യോതി ദർശിക്കുവാൻ വേണ്ടി ഉള്ളത്. ഏകദേശം 6:45 കൂടിയാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത്. ഇപ്പോൾ 1 മണിയോടുകൂടി നട അടച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്കിൽ പോലും വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് നടപ്പന്തലിലും ഒക്കെ തന്നെ കാണാൻ കഴിയുന്നത്. ഇനി 3 മണിക്കാണ് കൃത്യമായി നട തുറന്ന ദർശനം കാണുവാൻ ഒരു അനുമതി നൽകുന്നത്. ഇപ്പോൾ ശുചീകരണം, അതായത് മകരവിളക്കുമായി ബന്ധപ്പെട്ട് അണിഞ്ഞൊരുങ്ങുകയാണ് സന്നിധാനം ഒക്കെ തന്നെയും. ഇന്നലെ വൈകുന്നേരം മുതൽ അതിന്റെ ഭാഗമായി ഫയർഫോഴ്സും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് എല്ലാ രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിന്റെ ഒരു ഭാഗമാണ്. ഇനി 3 മണിക്ക് നട തുറന്നതിന് ശേഷമായിരിക്കും വീണ്ടും ദർശനം സാധ്യമാവുക. എന്തായാലും അസാധ്യമായിട്ടുള്ള ഒരു തിരക്ക് തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. 3-4 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പർണശാല കെട്ടിയും ഒക്കെ വിരിവെച്ചൊക്കെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ കാനനപാതയിലും ഒക്കെ തന്നെ ഇവർ ഇരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി, ഇന്ന് 1 മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് ആരെയും ഇങ്ങോട്ട് കടത്തിവിടില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു വിവരം. അതുപോലെ തന്നെ പാണ്ടിത്താവളത്തിലേക്ക് എത്തുന്ന, പുൽമേട് വഴി പാണ്ടിത്താവളത്തിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരെയും പുൽമേട്ടിൽ 12 മണിക്ക് ശേഷം തടയുമെന്നുള്ള ഒരു വിവരമാണ് പോലീസ് നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ സുരക്ഷയുടെ ക്രമീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്നാൽ പമ്പയിലും മറ്റും തന്നെ ഇപ്പോൾ വലിയ തിരക്ക് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് പമ്പയിൽ നിന്നും ലഭിക്കുന്ന വിവരം. തിരുവാഭരണ ഘോഷയാത്ര 2:30 മണിയോടുകൂടി പമ്പയ്ക്ക് തൊട്ടു മുകളിലുള്ള ശരംകുത്തിയിൽ എത്തിച്ചേരും എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത് 6 മണിയോടുകൂടിയായിരിക്കും സന്നിധാനത്തേക്ക് എത്തുക. 6 മണിക്ക് സന്നിധാനത്ത് എത്തിയാൽ തന്നെ കൃത്യമായ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അവർ ചേർന്ന് സ്വീകരിച്ച് ആനയിച്ച് ക്ഷേത്ര നടയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. അതിനുശേഷം തിരുവാഭരണം തിരിച്ച് എടുത്തതിന് ശേഷം തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് 7 നെയ്ത്തേങ്ങകൾ നിറച്ച് എത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള നെയ്യഭിഷേക ചടങ്ങാണ്. അതിനുശേഷം ആ നെയ്യഭിഷേകം, സാധാരണഗതിയിൽ നെയ്യഭിഷേകം നടത്തുന്നത് പാത്രങ്ങളിൽ നെയ്യ് കൊണ്ട് ചെന്നതിന് ശേഷമാണ്. എന്നാൽ തിരുവിതാംകൂറിൽ നിന്ന് ഈ 7 നെയ്ത്തേങ്ങ അയ്യപ്പന്റെ മുന്നിൽ വെച്ച് തന്നെ ഉടച്ച് നെയ്ത്തേങ്ങ അഭിഷേകം ചെയ്ത് അതിന്റെ മുറിത്തേങ്ങയിൽ നെയ്യ് വെച്ച് തിരികെ കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. അതിനുശേഷമായിരിക്കും വീണ്ടും തിരുവാഭരണം ചാർത്തിയുള്ള മകരസംക്രമ പൂജ നടക്കുക. ഇത്തരത്തിലാണ് പൂജാ കർമ്മങ്ങൾ. രാത്രി 11 മണിയോട് കൂടി തന്നെ കൃത്യമായി ഹരിവരാസനം പാടി നടയടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. അതോടുകൂടി മണ്ഡലകാല മകരവിളക്ക് ഉത്സവത്തിന് ഒരു പരിസമാപ്തി ആവുകയാണ്. എന്നാൽ മാസപൂജയ്ക്കായി നാളെ വീണ്ടും 1-ാം തീയതി നട തുറക്കും എന്നുള്ളതാണ്. അതിനുശേഷം 5-ാം തീയതി ആയിരിക്കും, മലയാള മാസം 5-ാം തീയതി, അതായത് 20-ാം തീയതി ആയിരിക്കും നട അടയ്ക്കുക എന്നുള്ളതാണ്. അതുവരെ വലിയ തിരക്ക് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ദേവസ്വം ബോർഡും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡ് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ കൃത്യമായി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം രാവിലെ മാധ്യമങ്ങളോട് കൃത്യമായി തന്നെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. അതായത് രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ ഇത്തരത്തിലുള്ളൊരു പുണ്യഭൂമി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി പാലിക്കുകയാണ് സർക്കാർ ചെയ്തത് എന്നുള്ളതാണ്. വരുമാനം കുറഞ്ഞെങ്കിലും സംസ്ഥാന സർക്കാർ ഒപ്പമുണ്ടാകും എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു പ്രതീക്ഷ ഉണ്ട് എന്നുള്ളൊരു കാര്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. വലിയ ഒരു വെല്ലുവിളി നേരിട്ട ഒരു ദിനങ്ങളായിരുന്നു ഈ മണ്ഡല മകരവിളക്ക് എന്നുള്ളതും അദ്ദേഹം പ്രതികരിച്ചു. എന്തായാലും ഇതുവരെയും ഒരു പ്രശ്നങ്ങളുമില്ല എന്നും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു പ്രതികരണവും അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. ആനന്ദ, റിനു, ഈ ഘട്ടത്തിൽ ഇന്നലെ വൈകിട്ട് വരെയോ ഇന്ന് രാവിലെ വരെയോ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തേക്കാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് ഒരു പക്ഷേ തീർത്ഥാടകരുടെ പ്രവാഹം എന്ന് കണക്ക് കൂട്ടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മുടെ പ്രതിനിധി തന്നെ അഭിറാമൊക്കെ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിൽ ഈ മകരജ്യോതി ദർശനത്തിനായി ഒരു ക്യാമ്പിംഗ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമായി അയ്യപ്പ ഭക്തർ നടത്തും. അതിനുശേഷമുള്ള ഇവരുടെ നാളത്തെ തിരിച്ചുപോക്ക്, ഇത്രയും വലിയ ഒരു ആൾക്കൂട്ടം ഒരുമിച്ച് തിരികെ ഇറങ്ങുന്നത് അപകട സാധ്യതകൾ വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട്. അതിനെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും സജ്ജീകരണങ്ങൾ ഇപ്പോൾ തന്നെ പോലീസും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടോ? അത്തരം വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാണോ? തീർച്ചയായും ആനന്ദ്, പുൽമേട്ട് ഉൾപ്പെടെ 8 വ്യൂ പോയിന്റുകളാണ്
മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി പോലീസ് കൃത്യമായി തന്നെ ഒരുക്കിയിട്ടുള്ളത്. അത് പമ്പയിൽ ഉൾപ്പെടില്ല. പമ്പ ഹിൽ ടോപ്പിൽ അത്തരത്തിൽ ഒരു വിരിവെച്ച് പർണശാല കെട്ടുവാനുള്ള ഒരു അവസരം ഇല്ല എന്നുള്ളതാണ്. ബാക്കി 8 വ്യൂ പോയിന്റുകൾ, ഈ 8 വ്യൂ പോയിന്റുകളായി വൈകുന്നേരത്തോടുകൂടി ദീപാരാധന സമയം കഴിഞ്ഞ് ഇവർക്ക് സ്വർണ്ണ വിഭൂഷകനായ അയ്യപ്പനെ ദർശിച്ചതിന് ശേഷം, മകരവിളക്ക് കണ്ടതിന് ശേഷം അയ്യപ്പനെയും ദർശിച്ച് തിരിച്ചിറക്കും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. തിരിച്ച് പമ്പയിലേക്ക് കർശനമായി തന്നെ ഇവിടെ തങ്ങാൻ അനുവദിക്കാതെ ഇറക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇവരെ 3 കേന്ദ്രങ്ങൾ വഴിയായിരിക്കും കൃത്യമായും ഇറക്കുന്നത്. പാണ്ടിത്താവളത്തിൽ എത്തിയിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാരെ ബെയിലി പാലം വഴി സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടുപോകും. മറ്റ് സന്നിധാനത്തും പരിസരത്തും ഉള്ള അയ്യപ്പന്മാരെ കൊപ്രാക്കളം വഴി മരക്കൂട്ടത്തിലേക്ക് എത്തിച്ച് തിരികെ പമ്പ വഴി ഇറക്കാനുള്ള ഒരു നിയന്ത്രണമുണ്ട്. ഒപ്പം സാധാരണഗതിയിൽ അയ്യപ്പ ഭക്തർ ഇറങ്ങുന്ന ഒരു പാതയുണ്ട് സന്നിധാനത്തിന് ഓപ്പോസിറ്റ് വശത്തായിട്ട്, അതുവഴിയും അയ്യപ്പ ഭക്തരെ തിരിച്ചിറക്കും. ഇങ്ങനെ 3 വഴികൾ കൂടിയാണ് മരക്കൂട്ടത്തേക്ക് അയ്യപ്പ ഭക്തരെ എത്തിക്കുക. അവിടെ നിന്ന് തിരികെ സാധാരണഗതിയിൽ തിരക്ക് അനുഭവപ്പെടുമ്പോൾ ഓരോ സംഘങ്ങളായി തിരിച്ചുകൊണ്ടായിരിക്കും സന്നിധാനത്തേക്ക് അയ്യപ്പ ഭക്തരെ എത്തിക്കുക. അതേ രീതിയിലായിരിക്കും തിരക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് തിരിച്ച് ഇറക്കുന്നതും വടം കെട്ടി ക്രമീകരിച്ച് ഓരോ സംഘങ്ങളായി തിരിച്ചുകൊണ്ട്. നമുക്കറിയാം, അയ്യപ്പ ഭക്തർ പമ്പയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി വരുന്ന പാതയിലൂടെ അല്ല അയ്യപ്പ ഭക്തരെ തിരിച്ചിറക്കുന്നത്, രണ്ട് പാതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ എങ്കിൽ പോലും കുത്തനെയുള്ള ഇറക്കവും ഒക്കെ തന്നെയാണ്, കാനന പാതയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ പോലീസ് കാനന പാതയിലെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവർക്ക് ഇറങ്ങുവാനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സംഘങ്ങളായി തിരിച്ച് ക്രമീകരിച്ചുകൊണ്ടായിരിക്കും ഇവരെ ഇറക്കുക. മീറ്ററുകൾ വ്യത്യാസത്തിൽ തന്നെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. പോലീസിന്റെ കർശനമായിട്ടുള്ള നിയന്ത്രണം പാലിക്കണമെന്നുള്ളത് ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഒപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞു, ഉയർന്ന കെട്ടിടങ്ങളിലോ വൻമരങ്ങളിലോ ഒന്നും തന്നെ കയറി നിന്ന് ഇത്തരത്തിൽ ദർശനം നടത്തുവാൻ വേണ്ടി ആരും തയ്യാറാകരുത് എന്നുള്ള ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു അപകടം വിളിച്ചു വരുത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ, പോലീസിന്റെ ഒരു തയ്യാറെടുപ്പുകൾ അതനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ കൃത്യമായി അയ്യപ്പ ഭക്തരെ ക്രമീകരിച്ചുകൊണ്ട് പമ്പയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് പോലീസും നിൽക്കുന്നത്. ഒപ്പം സുരക്ഷാ സന്നാഹങ്ങളും മറ്റ് അയ്യപ്പ സേവാ സംഘത്തിന്റെ വോളണ്ടിയർമാരും എല്ലാം തന്നെ ഇന്നത്തെ ദിവസത്തേക്ക് ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാര്യം അത്രയും അധികം തിരക്കാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഏകദേശം 5 മുതൽ 6 ലക്ഷം വരെ അയ്യപ്പ ഭക്തരെയാണ് വൈകുന്നേരത്തിനുള്ളിൽ സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനയും. ഒപ്പം ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്ന ഒരു കണക്കും അത്രയും അയ്യപ്പ ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ കൃത്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 8 ദിശകളിലായിട്ട് നിന്നുകൊണ്ട് മകരവിളക്ക് ദർശിക്കുവാനുള്ള ഒരു ക്രമീകരണം വലിയ രീതിയിൽ തന്നെ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. റിനു ശ്രീധരാണ് തത്സമയം സന്നിധാനത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് നൽകിയത്. 5-നും 6-നും ഇടയിൽ ലക്ഷം അയ്യപ്പ ഭക്തരെ പ്രതീക്ഷിക്കുന്നു മകരജ്യോതി ദർശനത്തിനായി. 8 വ്യൂ പോയിന്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. മകരജ്യോതി ദർശിക്കുന്നതിനായി എല്ലാ ക്രമീകരണങ്ങളും പൂർണ്ണമാണ് എന്ന നിലയിൽ തന്നെയാണ് ദേവസ്വം അധികൃതർ ഞങ്ങളുടെ പ്രതിനിധിയെ അറിയിച്ചത് എന്ന് റിനു പറയുന്നുണ്ട്. ഇപ്പോൾ പമ്പയിൽ നിന്ന് അഭിറാം കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. അഭിറാം, 5 മുതൽ 6 ലക്ഷം വരെ അയ്യപ്പ ഭക്തരെ വൈകിട്ട് 6-നും 6:45-നും ഇടയിൽ മകരജ്യോതി ദർശിക്കുന്നതിന് പ്രതീക്ഷിക്കുന്നു ദേവസ്വം ബോർഡ്. അങ്ങനെയെങ്കിൽ പമ്പയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ സന്നിധാനത്തേക്കുള്ള പോക്കിനെ നിയന്ത്രിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഈ ഘട്ടത്തിൽ? തിരുവാഭരണ ഘോഷയാത്രയും ഒക്കെയായി ബന്ധപ്പെട്ട് ആ യാത്ര നിരോധിച്ച് അല്ലെങ്കിൽ നിയന്ത്രിച്ചേ മതിയാകൂ. അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ടോ? മറ്റ് വിശദാംശങ്ങൾ എന്താണ് ഇപ്പോൾ ലഭിക്കുന്നത്? ആനന്ദ്, തീർച്ചയായും ഈ ഇത്തരത്തിലൊരു തീർത്ഥാടക പ്രവാഹം ഉണ്ടാവുകയാണെങ്കിൽ കണക്കുകൾ തീർച്ചയായും 5 ലക്ഷം അപ്പുറത്തേക്ക് പോകും എന്നത് ഉറപ്പാണ്. അത്തരത്തിൽ വലിയൊരു പ്രവാഹമാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ തീർത്ഥാടകരുടെ പ്രവാഹത്തെ അല്ലെങ്കിൽ തീർത്ഥാടക കടന്നുപോക്കൽ നിയന്ത്രിച്ചിട്ടില്ല. കാരണം അത്തരത്തിലൊരു നിയന്ത്രണം ഇപ്പോൾ ആവശ്യമില്ല എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും പോലീസും പറയുന്നത്. കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള സംവിധാനങ്ങൾ സന്നിധാനത്ത് അടക്കം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു തരത്തിൽ തടസ്സപ്പെടുത്തേണ്ട ആവശ്യമില്ല. പരമാവധി തീർത്ഥാടകർ മകളുടെ കാണട്ടെ, പരമാവധി ആൾക്കാർ സന്നിധാനത്ത് എത്തട്ടെ എന്നൊരു നിലപാടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനും പോലീസിനും. വലിയൊരു സന്നാഹങ്ങൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ഏത് തവണത്തെക്കാളും കൂടുതൽ സന്നാഹങ്ങൾ ഇത്തവണ തീർത്ഥാടകർക്ക് വേണ്ടി പമ്പയിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. കാരണം എത്ര വലിയൊരു ജനക്കൂട്ടം വന്നാലും നിലവിൽ അവർക്ക് അവിടെ സംവിധാനങ്ങൾ ഉണ്ടാകും. അവർക്ക് തീർച്ചയായും അവരുടെ ആ ഒരു ഭക്തിയുടെ മൂർധന്യ അവസ്ഥയിൽ തന്നെ അവർക്ക് മകരജ്യോതി കണ്ട് അവരുടെ പ്രാർത്ഥനയോടെ തന്നെ തിരിച്ചിറങ്ങാനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും വലിയൊരു പ്രവാഹമാണ് ഇവിടെ ായിക്കൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ തന്നെ തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുന്നു. ഇതര സംസ്ഥാനത്ത് അടക്കമുള്ള തീർത്ഥാടകരുടെ വലിയ പ്രവാഹം എടുത്തു പറയേണ്ടത് കഴിഞ്ഞ പല തവണത്തെക്കാളും കൂടുതലായി ഇത്തവണ മലയാളികളായിട്ടുള്ള തീർത്ഥാടകരും എത്തുന്നുണ്ട് എന്നതാണ്. സാധാരണ മകരവിളക്ക് സമയത്ത് കൂടുതലായും ഉണ്ടാവുക സംസ്ഥാനക്കാരായിരിക്കും. അവരായിരിക്കും പല സ്ഥലങ്ങളിലും ക്യാമ്പ് ചെയ്യുന്നത്. ഇത്തവണ അതിന് വ്യത്യസ്തമായി തന്നെ പമ്പയിൽ അടക്കം
നമുക്ക് നിരവധി മലയാളികളായ തീർത്ഥാടകരെ കാണാൻ കഴിയുന്നതിൽ വലിയൊരു മലയാള തീർത്ഥാടക പ്രവാഹം ഇപ്പോൾ ഇവിടേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇവിടെ നിലവിൽ പമ്പയിൽ പലരും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഇന്നലെ എല്ലാം തന്നെ വന്നവരെല്ലാം തന്നെ ഇവിടെ നിന്ന് സന്നിധാനത്തേക്ക് പോയിരുന്നു. ഇന്നലെ 11 മണിക്ക് നടയടച്ചതോട് തന്നെ ഇവിടെ രാത്രി ക്യാമ്പ് ചെയ്ത ഇവിടെ വിരിവെച്ചതെല്ലാം തന്നെ രാവിലെ ഇവിടെ നിന്ന് പുലർച്ചയോടെ തന്നെ ഇവിടെ നിന്ന് മല കയറി. ഇപ്പോൾ എത്തുന്നവരെല്ലാം തന്നെ ഇവിടെ നിന്ന് പമ്പയിൽ എത്തിച്ച ശേഷം മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇവിടെ നിന്നുള്ള തീർത്ഥാടകരുടെ കടന്നുപോക്കിന് തളങ്ങിയിട്ടില്ല. തിരുവാഭരണ ഘോഷയാത്ര 2:30 കൂടിയാണ് ചെറിയ കടന്നു പോവുക. ഇപ്പോൾ നിലവിൽ പമ്പയിൽ ഇത്തവണ തിരുവാഭരണ ഘോഷയാത്ര എത്തുന്നില്ല എന്നതും പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഇത്തവണ പമ്പയിൽ മകരവിളക്ക് കാണാനുള്ള വ്യൂ പോയിന്റ് ഇല്ല എന്നതാണ്. കാരണം പ്രളയം വലിയതാണ് ഈ പ്രദേശത്തെ ബാധിച്ചത്. മണ്ണിടിച്ചിൽ ഇപ്പോഴും പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. മണ്ണ് ചാക്ക് അടിക്കുകയാണ് ഇവിടുത്തെ മണ്ണിടിഞ്ഞതിനെ പ്രതിരോധത്തിൽ വലിയ ഒരു അപകട സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇത്തവണ ഒരു ചെറിയ സാധ്യത പോലും എടുക്കാൻ ആരും ശരി, വ്യക്തമാണ് അഭിറാം. ഏതായാലും പമ്പയിൽ നിന്നുള്ള വിശദാംശങ്ങളും വ്യക്തമാണ്. സുപ്രധാനമായ വാർത്ത അതുതന്നെയാണ്. പമ്പയിൽ നിന്ന് ഇത്തവണ മകരജ്യോതി ദർശിക്കാനുള്ള വ്യൂ പോയിന്റുകൾ ഒരുക്കിയിട്ടില്ല. ഹിൽ ടോപ്പുകൾ അതിനുള്ള സൗകര്യം പൂർണ്ണമായും ഉദ്യോഗസ്ഥർ നിഷേധിക്കുന്നു. കാരണം പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ പമ്പയുടെ സ്ഥിതി കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു നിർണായകമായ തീരുമാനമാണ് അത്. തീർച്ചയായും ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കമ്പ്യൂട്ടർ നിരീക്ഷണത്തിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. ഡിജിറ്റൽ ആശയവിനിമയം നിരീക്ഷിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് അധികാരം നൽകുന്ന വിഷയത്തിൽ 6 ആഴ്ചയ്ക്കകം കേന്ദ്രം മറുപടി നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ഉത്തർപ്രദേശിൽ നിരന്തരമായി നടക്കുന്ന വ്യാജ ഏറ്റുമുട്ടലുകൾ ഗൗരവമേറിയ വിഷയമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഈ 2 വാർത്തയുടെ വിശദാംശങ്ങൾ ദില്ലിയിൽ നിന്ന് ഹരീഷ് നൽകും. ഹരീഷ്, എന്തൊക്കെയാണ് സുപ്രീം കോടതി ഈ 2 കാര്യങ്ങളിലും പരിശോധിച്ച വിഷയങ്ങൾ? ആനത് പൗരന്റെ സ്വകാര്യതയിൽ കടന്നുകയറാൻ 10 അന്വേഷണ ഏജൻസികൾക്ക് അനുമതി നൽകുന്ന ഉത്തരവ് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. കേന്ദ്ര സർക്കാരിന്റെ വിവാദ ഉത്തരവ് ഇടക്കാലമായി സ്റ്റേ എന്നാവശ്യപ്പെട്ട് 4 പൊതുതാൽപര്യ ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന് മുമ്പാകെ എത്തിയത്. കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും ഉൾപ്പെടെയുള്ള എല്ലാ ഡിജിറ്റൽ ആശയവിനിമയങ്ങളും നിരീക്ഷിക്കുന്നത് അന്വേഷണ ഏജൻസികൾക്ക് സർവ്വസ്വാതന്ത്ര്യം നൽകുന്ന വിവാദ ഉത്തരവ് കഴിഞ്ഞ ഡിസംബർ 20-നായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പൗരന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. അതോടൊപ്പം പൗരന് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നും ഹർജിക്കാർ വാദിച്ചു. അതിനാൽ ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു. ഹർജി ഉന്നയിക്കുന്ന വാദങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കാമെന്ന് കോടതി മറുപടി നൽകിയിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം കേൾക്കാതെ സ്റ്റേ അനുവദിക്കാൻ കഴിയില്ലെന്ന് കോടതി ഉത്തരവിട്ടു. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. വിഷയത്തിൽ 6 ആഴ്ചയ്ക്ക് മറുപടി നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 6 ആഴ്ചയ്ക്ക് ശേഷം കോടതി വീണ്ടും കേസ് പരിഗണിക്കും. ആനന്ദ്. ശരി, വ്യക്തമാണ്. ഹരീഷാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കനയ്യക്കെതിരായ രാജ്യദ്രോഹ കേസിൽ ദില്ലി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കനയ്യ ഉൾപ്പെടെ 10 പേർക്കെതിരെയാണ് കുറ്റപത്രം. ജെഎൻയുവിൽ നടന്ന വിദ്യാർത്ഥി റാലിയിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചു. രാജ്യദ്രോഹ കലാപം ഉണ്ടാക്കൽ, അനധികൃതമായ സംഘം ചേരൽ എന്നിവയാണ് കനയ്യകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. ഹരീഷ് തന്നെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നൽകും. ഹരീഷ്, എന്താണ് കുറ്റപത്രത്തിൽ പറയുന്ന വിശദാംശങ്ങൾ? ആനന്ദ്, കനയ്യകുമാറിനെതിരെ രാജ്യദ്രോഹ കേസടക്കം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് ദില്ലി പോലീസ്. ദില്ലിയിലെ ജെഎൻയു നടന്ന വിദ്യാർത്ഥി റാലിയിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചെന്ന ഒരു ആരോപണത്തെയാണ് കനയ്യകുമാർ ഉൾപ്പെടെയുള്ള 10 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. രാജ്യദ്രോഹം കുറ്റം ചുമത്തിയാണ് ജെഎൻയു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് അയക്കുന്ന കനയ്യകുമാർ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. രാജ്യദ്രോഹത്തിനുള്ള വകുപ്പ് IPC 124A, പുറമെ കലാപമുണ്ടാക്കാനുള്ള വകുപ്പ് 147, അനധികൃതമായി സംഘം ചേരൽ 149 എന്നിവ ആണ് ചുമത്തിരിക്കുന്നത് കുറ്റങ്ങൾ. കനയ്യകുമാറാണ് പ്രകടനത്തിന് മുദ്രാവാക്യം വിളിക്കാനും പ്രകടനത്തിന് നേതൃത്വം നൽകിയതെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു കുറ്റപത്രത്തിൽ. അതോടൊപ്പം തന്നെ കനയ്യകുമാറിന് പുറമെ സെയ്ദ് ഉമർ ഖാലിദ്, അനിർബൻ ഖാൻ ഭട്ടാചാര്യ എന്നിവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇവരെ ഇതിന് മുന്നേ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ 3 പേരെയായിരുന്നു ഇതിന്റെ വിഷയത്തിൽ അറസ്റ്റ് ചെയ്തത്. കാശ്മീരി സ്വദേശികളായ അക്കിബ് ഹുസൈൻ, മുജീബ് ഹുസൈൻ, ഉമ്മർ ഗുൽ, റയീസ് റസൂൽ, ബഷറാത്ത് അലി, ഖലീദ് ബഷീർ ഭട്ട് എന്നിവരടക്കമുള്ള 10 പേർക്കെതിരെയാണ് എന്തായാലും FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആനന്ദ്. ശരി, വ്യക്തമാണ്. ഹരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ്. ചർച്ചയ്ക്ക് കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിച്ചു. രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ മുരളീധരൻ, ബെന്നി ബെഹനാൻ എന്നിവരെയാണ് ദില്ലിക്ക് വിളിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തുകയും സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടനാ പ്രതിസന്ധിയിലുമായ ഘട്ടത്തിലാണ് ഹൈക്കമാൻഡ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച അറിയിപ്പ് കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള മുഗൾ വാസനിക്കാണ് നേതാക്കളെ അറിയിച്ചിരിക്കുന്നത്.
KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പ്രചരണ കമ്മിറ്റി ചെയർമാൻ K മുരളീധരൻ, UDF കൺവീനർ ബെന്നി ബെഹന്നാൻ, തെലങ്കാനയുടെ ചുമതലയുള്ള ഉമ്മൻചാണ്ടി എന്നിവരെയാണ് ചർച്ചകൾക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. മറ്റന്നാൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ മുഗൾ വാസനിക്കുമായി ചർച്ച നടത്തും. ഈ പ്രാഥമിക ചർച്ചകൾക്ക് ശേഷം AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തും. പുനഃസംഘടന നടക്കാത്ത സാഹചര്യത്തിൽ പ്രത്യേക സമിതികൾ രൂപീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുൻപോട്ടു പോകാനാണ് KPCCയുടെ തീരുമാനം. എന്നാൽ ഗ്രൂപ്പുകൾക്കതീതമായ പുനഃസംഘടനയ്ക്ക് രാഹുൽ ഗാന്ധി പച്ചക്കൊടി നൽകിയിട്ടും ഇത് നടപ്പിലാക്കാൻ കഴിയാത്തതിന്റെ അമർഷം ഹൈക്കമാൻഡ് കേരള നേതാക്കളെ അറിയിക്കും. ശൂരനാട് രാജശേഖരൻ, തമ്പാനൂർ രവി എന്നിവരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തി താൽക്കാലിക പുനഃസംഘടന നടത്താനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ K ബാബുവിനെയും ഡൊമിനിക് പ്രസന്റേഷനെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് ഉമ്മൻചാണ്ടിയും ശരത്ചന്ദ്ര പ്രസാദിനായി ചെന്നിത്തലയും നിലപാട് ഘടിപ്പിച്ചതോടെയാണ് പുനഃസംഘടന അവതാളത്തിലായത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ഗ്രൂപ്പ് പ്രവർത്തനം ബാധിക്കരുതെന്ന കടുത്ത നിലപാട് തന്നെയായിരിക്കും ഹൈക്കമാൻഡ് കൈക്കൊള്ളുക. പുതിയ കമ്മിറ്റിയിലെ അംഗങ്ങളെയും ഡൽഹി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പരാജയം NDA മുന്നണിയുടെ ഭാവി പ്രതീക്ഷകളെ ഉലച്ചുവെന്ന് കേന്ദ്രമന്ത്രിയും LJP നേതാവുമായ രാംവിലാസ് പാസ്വാൻ പറഞ്ഞു. മുന്നോക്ക സംവരണത്തിലൂടെ ഇത് മറികടക്കാനാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം സമാജ്വാദി BSP സഖ്യത്തിന് പിന്തുണയുമായി ലാലു പ്രസാദ് യാദവിന്റെ RJD തേജസ്വി യാദവ് മായാവതിയുമായി കൂടിക്കാഴ്ച നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കെ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയുടെ ആത്മവിശ്വാസത്തിൽ കുറവ് വന്നത് ആദ്യമായി തുറന്നു പറയുകയാണ് കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പരാജയം മുന്നണിയെ ഉലച്ചുവെന്ന് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ പാസ്വാൻ ചൂണ്ടിക്കാട്ടി. ഇത് മറികടക്കാൻ മുന്നോക്ക സംവരണ ബില്ലിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഭരണഘടനാ ഭേദഗതി പാസാക്കിയതിനാൽ ബില്ലിന്റെ നിയമസാധുത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടില്ല എന്നും രാംവിലാസ് പാസ്വാൻ പറഞ്ഞു. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് മുന്നോക്ക സംവരണ നിയമം ഗുജറാത്തിൽ പ്രാബല്യത്തിലായി. നിലവിൽ നടക്കുന്ന നിയമനങ്ങളിൽ മുന്നോക്ക സംവരണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വിജയ് രൂപാണി അറിയിച്ചു. അതേസമയം UPയിൽ രൂപീകരിക്കപ്പെട്ട SP BSP സഖ്യത്തിന് പിന്തുണയേറുന്നു. ബീഹാറിൽ നിന്നും RJD നേതാവും ലാലു പ്രസാദ് യാദവിന്റെ പുത്രനുമായ തേജസ്വി യാദവ് ലക്നൌവിലെത്തി മായാവതിയുമായി കൂടിക്കാഴ്ച നടത്തി. സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ബീഹാറിലും BJPയെ തോൽപ്പിക്കുകയാണ് പ്രഥമ ലക്ഷ്യമെന്ന് തേജസ്വി യാദവ് അറിയിച്ചു. സഖ്യത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കോൺഗ്രസ് സമാജ്വാദി വിമത നേതാവായ ശിവപാൽ യാദവുമായി ചർച്ച നടത്തി. ശിവപാലിന്റെ PSPക്ക് സീറ്റ് നൽകിയേക്കും. തെരഞ്ഞെടുപ്പിന് ശേഷം SP BSP പിന്തുണ പാർലമെന്റിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. മഹാരാഷ്ട്രയിലാകട്ടെ പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ കോൺഗ്രസുമായി പൂർത്തിയായി വരുന്നതായി NCP അധ്യക്ഷൻ ശരത് പവാർ അറിയിച്ചു. 8 സീറ്റിലാണ് തർക്കം. ആകെയുള്ള 48 സീറ്റിൽ 40 സീറ്റിലും ധാരണയായി. അടുത്ത മാസം പകുതിയോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതു തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും എന്ന കണക്കുകൂട്ടലാണ് രാഷ്ട്രീയ പാർട്ടികൾ. അതുകൊണ്ട് തന്നെ UPക്ക് പിന്നാലെ മറ്റു സംസ്ഥാനങ്ങളിലും സഖ്യ ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. ഇടവേള. വട്ടവടയിൽ അഭിമന്യുവിന്റെ കുടുംബത്തിനായി നിർമ്മിച്ച വീട് മുഖ്യമന്ത്രി അഭിമന്യുവിന്റെ മാതാപിതാക്കൾക്ക് കൈമാറി. ഇപ്പോൾ സമീർ ടെലിഫോണിൽ ചേരുന്നുണ്ട്. സമീർ, വൈകാരികമായ നിമിഷങ്ങളെ കൂടി വീണ്ടും വട്ടവട അഭിമുഖീകരിക്കുകയായിരുന്നു. വായനശാല കൂടി അഭിമന്യുവിന്റെ പേരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ. വളരെ വൈകാരികമായിട്ടുള്ള ചടങ്ങുകൾ തന്നെയായിരുന്നു നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിമന്യുവിന്റെ കുടുംബത്തിന് ഈ താക്കോൽദാനവും അതോടൊപ്പം തന്നെ കുടുംബത്തിനായി CPIM സമാഹരിച്ച ധനസഹായവും കൈമാറി. പ്രധാനമായും മുഖ്യമന്ത്രി പറഞ്ഞത് അഭിമന്യു എന്നത് ആ കുടുംബത്തിന്റെ മാത്രം നഷ്ടമല്ല, ഈ നാടിന്റെ നഷ്ടമാണ്. അവർക്ക് എതിരെ അവനെ ക്രൂരമായി കൊല ചെയ്തവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അവർക്ക് തന്നെ വേദന കടിച്ചമർത്തുന്നതിനൊപ്പം ഇത്തരം അക്രമികൾക്കും ഇത്തരം തീവ്രവാദ വർഗീയ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്നവർക്കുമെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് മുന്നിട്ടിറങ്ങണം എന്നുമാണ് മുഖ്യമന്ത്രി അഭിമന്യുവിന്റെ കുടുംബത്തോട് അഭ്യർത്ഥിച്ചത്. എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ ഉണ്ടാകും, സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും, പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 39 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് 1256 ചതുരശ്രടി വിസ്തീർണമുള്ള വീട് CPIM നിർമ്മിച്ചത്. ഇതിനു വേണ്ടിക്കൊണ്ട് 10 സെന്റ് സ്ഥലം പാർട്ടി വില കൊടുത്ത് വാങ്ങിയിരുന്നു. അതോടൊപ്പം തന്നെ 24 ലക്ഷത്തോളം രൂപയാണ് ഈ ധനസഹായമായിക്കൊണ്ട് അഭിമന്യുവിന്റെ രക്ഷിതാക്കളായ മനോഹരൻ, മാതാവ്
ഭൂപതി എന്നിവരുടെ പേരിൽ സ്ഥിര നിക്ഷേപമായിക്കൊണ്ട് ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. തുടർന്നും ഈ കുടുംബത്തിന് എല്ലാവിധത്തിലുള്ള സഹായവും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമാക്കി. വളരെ വൈകാരികമായിട്ടുള്ള ചടങ്ങുകൾ തന്നെയായിരുന്നു. അഭിമന്യുവിന്റെ ആ ഒരു വിയോഗം വലിയ ഒരു തീരാ നഷ്ടം തന്നെയാണ്. അഭിമന്യുവിന്റെ അമ്മ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഏറെ നേരം കരഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത് തന്നെ. കാര്യങ്ങളും അതിന്റെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. മുഖ്യമന്ത്രി അക്കാര്യം തന്നെ പിന്നീട് അമ്മയോട് നേരിട്ട് തന്നെ പറയുകയും എല്ലാ അർത്ഥത്തിലുമുള്ള സഹായവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് കൊടുത്തു. പിന്നീടാണ് മുഖ്യമന്ത്രി അഭിമന്യുവിന്റെ പേരിൽ വട്ടവട ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ലൈബ്രറിയുടെ ഉദ്ഘാടനത്തിനായി എത്തിയത്. വിപുലമായിട്ടുള്ള ഒരു ലൈബ്രറി സംവിധാനമാണ്. അഭിമന്യു മഹാരാജാസ് എന്ന പേരിലാണ് ഈ ലൈബ്രറി പ്രവർത്തിക്കുന്നത്. വട്ടവട ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ ഏറ്റവും മുകളിലെ നിലയായിക്കൊണ്ടുള്ള ഈ സമീറാണ് വട്ടവടയിലുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. വർഗീയതയ്ക്കെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തണമെന്ന് രക്തസാക്ഷി അഭിമന്യുവിന്റെ കുടുംബത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയ തീവ്രവാദികൾക്ക് കേരളത്തിന്റെ മണ്ണിൽ ഇടമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അനേകം ജീവനുകൾ ഇതുപോലുള്ള നിരവധി ആസൂത്രണങ്ങളിലൂടെ വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ വിരുദ്ധരായവർ അപഹരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നിരവധി രക്തസാക്ഷികൾ നമ്മുടെ പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുമുണ്ട്. ഇവിടെ ഓരോ രക്തസാക്ഷിത്വവും വേദനയോടെ പ്രസ്ഥാനം ഏറ്റുവാങ്ങുമ്പോഴും പ്രസ്ഥാനം പുറകോട്ട് പോവുകയല്ല ചെയ്തിട്ടുള്ളത്. പുറകോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചവരെ പിന്നിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നിലയാണ് ഓരോ ഘട്ടത്തിലും കണ്ടിട്ടുള്ളത്. കൊച്ചി മുനമ്പം വഴിയുള്ള മനുഷ്യക്കടത്തിൽ പോലീസിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചു. ദില്ലി, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നെത്തിയവർ താമസിച്ചത് ചെറായിയിലെ ഹോം സ്റ്റേകളിലാണെന്ന് കണ്ടെത്തി. കഴിഞ്ഞ മാസം 22-നാണ് ദില്ലിയിൽ നിന്ന് 5 പേർ ദില്ലി എത്തിയത്. ചെന്നൈയിലെത്തിയതോടെ സംഘം വിപുലപ്പെടുത്തുകയും ചെയ്തു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ സംഘത്തിലുണ്ട് എന്നാണ് സൂചന. സിബി ജോസഫ് നൽകും വിശദാംശങ്ങൾ. സിബി, എന്താണ് ഈ വാർത്തയുടെ വിവരങ്ങൾ? ആനന്ദ്, ശനിയാഴ്ച മുൻപം ഹാർബോൾ എന്നുള്ള ഒരു ഒഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 19 ബാഗുകൾ കണ്ടെത്തിയാണ് ഈ മനുഷ്യക്കടത്ത് നടന്നതെന്ന് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. കാരണം ഈ ബാഗിൽ വസ്ത്രങ്ങളും രേഖകളും വിമാന ടിക്കറ്റുകളും ഉണക്കിയ പഴവർഗ്ഗങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് ലഭിച്ച രേഖകൾ പ്രകാരം ഡൽഹിയിൽ നിന്നും ചെന്നൈയിൽ നിന്നും 40-ലധികം വരുന്ന സംഘം ഇവിടെ ഈ കൊച്ചി മുൻപത്തെത്തുകയും അവിടെ നിന്നും ഈ ബോട്ട് മാർഗം ഓസ്ട്രേലിയയിലേക്കോ അല്ലെങ്കിൽ ന്യൂസിലൻഡിലേക്കോ കടന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സൂചന. ഈ കൊച്ചിയിലെ ചെറായിലെ 6 ഹോം സ്റ്റേകളിലായി ഇവർ ഈ മാസം 11 വരെ ഈ ഡൽഹിയിൽ നിന്നും ചെന്നൈയിൽ നിന്നും എത്തിയ സംഘങ്ങൾ താമസിച്ചിരുന്നതും വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഈ മുൻപത്തെ പെട്രോൾ പമ്പിൽ നിന്നും ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക്, അതായത് 10,000 ലിറ്റർ ഇന്ധനം ശേഖരിച്ചതായും കൂടാതെ കുടിവെള്ളം, അതോടൊപ്പം തന്നെ ഈ മരുന്നുകൾ ഉൾപ്പെടെയുള്ള 1 മാസത്തോളം മരുന്നെല്ലാം തന്നെ ഇവർ ശേഖരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവർ ഏകദേശം ഓസീസ് തീരത്തെത്താൻ 27 ദിവസമെങ്കിലും വേണ്ടിവരും. ഇതിനുള്ള എല്ലാവിധ സജ്ജീകരണവും ഈ മുൻപം തീർത്തു വെച്ച് ഇവർ ഒരുക്കിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും തീരം വിട്ട ഈ ബോട്ട് കണ്ടെത്താൻ വേണ്ടി കടലിലെല്ലാം തന്നെ തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. രാജ്യാന്തര ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതിനെ തുടർന്ന് IBയും പ്രത്യേകമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു സംഘത്തിൽ 41 പേരുണ്ടെന്നും ഇതിൽ സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും അടക്കമുള്ളവ ഉണ്ടെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. എന്തായാലും ചെന്നൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും എത്തിയ സംഘങ്ങൾ ഈ കൊച്ചിയിലെത്തുകയും മുൻപം വഴി ഇപ്പോൾ ഇവർ ഓസ്ട്രേലിയ തീരത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത് പ്രകാരമാണ് അന്വേഷണം പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അമേരിക്കയിലെ മലയാളി മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഏർപ്പെടുത്തിയ മാധ്യമരംഗത്തെ മികച്ച സംവാദകനുള്ള പുരസ്കാരം കൈരളി TV ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരൻ ഏറ്റുവാങ്ങി. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഹൈബി ഈഡൻ MLA അവാർഡ് സമ്മാനിച്ചു. 25,000 രൂപയും പ്രശംസാ ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കൈരളി TVയിൽ സംപ്രേഷണം ചെയ്യുന്ന അന്യോന്യം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയാണ് ചന്ദ്രശേഖരനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഡോക്ടർ D. ബാബു പോൾ, KM റോയ് എന്നിവരുൾപ്പെടുന്ന ജൂറിയാണ് പുരസ്കാര
ജേതാക്കളെ തെരഞ്ഞെടുത്തത്. മാതൃഭൂമിയിലെ ഉണ്ണി ബാലകൃഷ്ണന് മാധ്യമരത്നം അവാർഡ്, ജോസി ജോസഫിന് മാധ്യമശ്രീ പുരസ്കാരം ഉൾപ്പെടെ മാധ്യമരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി.